നമ്മൾ രാവിലെ തന്നെ ഒരു വൺ ഡേ ട്രിപ്പ് പോകുന്നത് ഗുണ്ടൽപേട്ടിലേക്കാണ്. രാവിലെ 5 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആതിരൻ്റെ ഫാമിലിയും ഞാനും അവ്യാണ് പോകുന്നത്. ആതിര ഇവിടെ ഇല്ല, അവർ ട്രെയിനിങ്ങിലാണെന്നുള്ളത്. പോകുന്ന വഴിയിൽ ഒരുപാട് മൃഗങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട്. ആനയുണ്ട്, അതേപോലെ തന്നെ മാനുണ്ട്, മയിലുണ്ട്, കുറേ കുരങ്ങന്മാരൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ നിർത്തിയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. വണ്ടിയിൽ പോകുന്ന സമയത്ത് കാണുന്ന വീഡിയോ മാത്രമാണ് ഇപ്പോൾ എടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഇതൊക്കെ ബൈക്കിൽ റൈഡ് പോകുന്നവരാന്ന് തോന്നുന്നു. നമ്മൾ മുമ്പിലും ബാക്കിലായിട്ട് ഏകദേശം ഒരു 10ഓളം ബൈക്കുകൾ ഇതേപോലെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ടിലെത്തി. അവിടുന്ന് ആദ്യം പോകുന്നത് ഹിമവൽ ഗോപാലസ്വാമി ഹിൽസിലേക്കാണ്. ഗുണ്ടൽപേട്ടിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ഉണ്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിയിൽ ഒരുപാട് സൂര്യകാന്തി പാടങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉള്ളതുകൊണ്ട് അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റിയില്ല. എന്നാലും ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഇത് കാണുന്നതാണ് അതിൻ്റെ പ്രവേശന കവാടം. ഇനി ഇവിടുന്ന് 70 രൂപേൻ്റെ ടിക്കറ്റ് എടുക്കണം. അതൊരു KSRTC ബസ്സിലാണ് പോകേണ്ടത്. ആ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ഇനി അവിടെയും ക്യൂ നിൽക്കണം. ബസ് വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ആ ടിക്കറ്റ് കാണിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ടത്. സീറ്റിംഗ് ആളുണ്ടാവും ബസ്സിൻ്റെ അകത്ത്. കുത്തനെയുള്ള കയറ്റാണ്. അപ്പോൾ മറ്റു വാഹനങ്ങളൊന്നും അങ്ങോട്ട് പോകുന്നില്ല. KSRTC മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ ബസ്സിൻ്റെ അകത്ത് പുറത്തേക്ക് നല്ല കാഴ്ചയാണ്. ആ കാഴ്ചയാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മളതിൻ്റെ മുകളിലെത്തി. ഭയങ്കര കോടമഞ്ഞായിരുന്നു, ഭയങ്കര കാറ്റും അതുപോലെ തന്നെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഇതാണ് അമ്പലത്തിൻ്റെ പ്രവേശന കവാടം. അതിൻ്റെ മുകളിൽ ഒരുപാട് കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ദേവന്മാരുടെയൊക്കെ പ്രതിമയൊക്കെ കൊത്തുപണി ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ക്യൂ നിന്നിട്ട് വേണം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഉച്ചയ്ക്ക് 12:30 നമ്മളിവിടെ എത്തിയത്. അന്നേരമാണ് ഇങ്ങനെ ഒരു കാലാവസ്ഥ കാണുന്നത്. ആ വീട് നല്ലോണം തണുത്ത് വിറക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി. ഇനി KSRTC ബസ്സിന് താഴോട്ടേക്ക് പോകണം. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ KSRTC ബസ് കയറി. തിരിച്ചു പോകാൻ വേണ്ടി പ്രത്യേകം ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങോട്ട് വരുമ്പോൾ എടുക്കേണ്ട ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. തിരിച്ചിറങ്ങുമ്പോഴുള്ള കാഴ്ച അതിമനോഹരമായിരുന്നു. ഇത് കാണുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ഫ്ലൈറ്റിൽ നിന്നും താഴേക്ക് നോക്കുന്ന പോലെയുള്ളൊരു ഫീലിംഗ് ആണ്. അത്രക്കും നല്ല പച്ച പരവതാനി വിരിച്ച പോലുള്ളൊരു സ്ഥലമായിരുന്നു അത്. ഇതിലേക്കൂടി 2 KSRTCക്ക് ഒരേ സമയം പോകാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് പണിയെടുക്കുന്നത് വെച്ചാൽ ചില സ്ഥലത്ത് ഗ്യാപ്പ് കിട്ടുന്ന സ്ഥലത്ത് സൈഡ് കൊടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് താഴെത്താനായി. അപ്പോൾ വീണ്ടും മുകളിലേക്ക് പോകാനുള്ള ആൾക്കാരുടെ ക്യൂ ആണ് ഇതേ. ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഇനി നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ട് ഒരു ഗ്രാമത്തിലേക്കൂടിയാണ് പോകുന്നത്. ആ പോകുന്ന വഴിയിൽ ഒരുപാട് നല്ല കാഴ്ചകളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ആ കാണുന്നത് ഒരു മലയാണ്. അത് നല്ല രസമായിരുന്നു കാണാൻ. ഇനി നമ്മളൊരു വയലിൻ്റെ സൈഡിലേക്കൂടിയാണ് പോകുന്നത്. അവിടെ ഒരുപാട് കൃഷികളുണ്ട്. വെളുത്തുള്ളി വിളവെടുത്തിട്ട് പേക്ക് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഈ ചാക്കിലേക്ക് നിറച്ചിട്ട് അവരത് കയറ്റുമതി ചെയ്യില്ലെന്നാണ് പറഞ്ഞത്. റോഡിൻ്റെ 2 ഭാഗത്തും കാണുന്നത് കൃഷിസ്ഥലങ്ങളാണ്. അപ്പോൾ ചെറിയ ചെറിയ വീടുകളും അതിൻ്റെ സൈഡിലായിട്ട് നടുക്കലായിട്ട് കാണുന്നുണ്ട്. ഇതെവിടെയുള്ള ചെറിയ കുട്ടികളാണ്. അവർ പേരൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മളോട് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളാണ്. പേരക്ക എന്ന് വെച്ചാൽ അവിടുന്ന് അവർ പറിച്ചിട്ട് തന്നെ തരുന്നതാണ്. നമ്മളങ്ങനെ 3-4 പേരക്ക വാങ്ങിയിട്ടുണ്ട്. പേരക്ക വലിയ ടേസ്റ്റൊന്നുമില്ല, അത് ചവർക്കുന്നുണ്ട്, അതൊരു മൂത്തിട്ട് വരില്ല. എന്നാൽ നമ്മൾ ചെറിയ കുട്ടികളായതുകൊണ്ട് അവരെ കയ്യിൽ നിന്ന് വാങ്ങി.
അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ ഒരു മല്ലികത്തോട്ടം കണ്ടവിടെ അവിടെ ഇറങ്ങിയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ആ മല്ലികത്തോട്ടത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ചോളത്തിൻ്റെ കൃഷി കൂടിയുണ്ട്. ചോളത്തിൻ്റെ അതിനകത്ത് അത് പൂ വിരിഞ്ഞിട്ടേ ഉള്ളൂ, അത് പാകമായി വന്നില്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അതിനുശേഷം നമ്മൾ വീണ്ടും അവിടെ നിന്ന് തിരിച്ചു. ഈ ഗ്രാമത്തിലൂടെ കൂടി പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഇതേപോലുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. പ്രത്യേകിച്ച് അങ്ങനെ വേറെ വലിയ കാഴ്ചയൊന്നും കാണില്ല, ഇങ്ങനെ പൂ വിരിഞ്ഞതും അതേപോലെ തന്നെ കൃഷി സ്ഥലങ്ങളും നല്ല പച്ചപ്പായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. നല്ല രസമായിരുന്നു. ഇതും അതിനടുത്തുള്ളൊരു മല്ലികത്തോട്ടാണ്. ഇവിടെയും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് അതിൻ്റെ സൈഡിലുള്ളത് ശരിക്കായില്ല, പക്ഷെ അങ്ങോട്ട് കാണുന്നത് നല്ല രീതിയിൽ വിളവായിട്ടുണ്ട്. ഇവിടെ കയറാൻ 10 രൂപയാണ് ഒരാൾക്ക് അവർ ചാർജ് വാങ്ങുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു മാങ്ങേൻ്റെ കച്ചവടമുണ്ട്. ഈ മാങ്ങ നല്ല രസമാണ്. അതിങ്ങനെ കഷ്ണം കഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഉപ്പും മുളകെല്ലാം കൂട്ടിയിട്ട് തിന്നാൻ നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഭയങ്കര മഴയായിരുന്നു. അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചുരം ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഈ കോട ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ നമ്മളെ ഗുണ്ടൽപേട്ടിലേക്കുള്ള വൺ ഡേ ട്രിപ്പ് അടിപൊളിയായിരുന്നു. നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്